ഉഷ്ണതരംഗത്തിൽ വെന്തുരുകി കേരളം. ഈ ചൂട്, കൊടും ചൂടിൽ ഏറ്റവും കൂടുതൽ വലയുന്നത് പാലക്കാട്ട് ജനങ്ങളാണ്. നാളെ വരെയോ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പാലക്കാട് കഴിഞ്ഞ 4 ദിവസമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില എന്ന് പറയുമ്പോൾ തന്നെ ഏറെക്കുറെ ഊഹിക്കാം എത്രമാത്രം അനുഭവിക്കുന്നു അവിടുത്തെ ജനങ്ങൾ എന്നുള്ളത്. നാളെ വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുറന്ന് പ്രവർത്തിക്കരുത് എന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊടും ചൂടിൽ 3 പേർ സംസ്ഥാനത്ത് മരിക്കുകയും ചെയ്തു. ഈ ചൂടിങ്ങനെ കടുക്കുന്നതോടുകൂടി പാലക്കാട് ജില്ലയിലെ സാഹചര്യം കൂടി എടുത്തു നോക്കാം. എയർ കണ്ടീഷൻ വിൽപ്പനയിൽ റെക്കോർഡാണ് പാലക്കാട്. പല ഷോറൂമുകളിലും AC അത് സ്റ്റോക്കില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് AC വിൽപ്പന റെക്കോർഡിൽ എത്തിയതെന്ന് ഈ കടയുടമകൾ പറയുന്നു. കടുത്ത ഉഷ്ണത്തെയാണ് പാലക്കാട് അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷനൊന്നും ഇല്ലാതെ പാലക്കാട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ കടകളിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ പരമാവധി എയർ കണ്ടീഷൻ വാങ്ങുന്നുണ്ട്. മതിയായ സ്റ്റോക്കില്ലാത്ത ഒരു അവസ്ഥ കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഇത് വാങ്ങിക്കാൻ വന്ന ആളുകൾ ഇവിടെ കാണാം. അവരുടെ പ്രതികരണത്തിലേക്കൊന്ന് പോയി നോക്കാം. ഈ AC മേടിക്കാൻ വേണ്ടി വന്നതാണ്. അതെ അതെ, നല്ല ചൂടാണല്ലേ പാലക്കാട്. AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതെ അതെ അതെ. ഏതാ നോക്കിയത്? എല്ലാം നോക്കി. ലോയിഡ്, മറ്റേ വോൾട്ടാസ് നോക്കുന്നു. എത്രണ്ണം നോക്കി? ഓൾറെഡി വീട്ടിൽ 2 AC ഉണ്ട്. ഇപ്പോൾ 3 കൂടി നോക്കണേ, പറ്റുന്നില്ല. AC നോക്കാൻ വേണ്ടി വന്നാണോ? AC നോക്കാൻ വേണ്ടി വന്നാണ്. പിന്നെ AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പാലക്കാട് മാറിയില്ലേ? അതെ അതെ, AC ഇല്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ 1 മിനിറ്റ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് പവർ കട്ടിങ്, ലോഡ് താങ്ങുന്നില്ലാണ്ട് പവർ കട്ടും ഉണ്ട്. AC നിർബന്ധമായിട്ട് എവിടെ ഇപ്പോൾ ആദ്യമായിട്ട് മേടിക്കണേ. പക്ഷെ ഗൾഫിലായിരുന്നു, അവിടെ AC ഇല്ലാത്ത ജീവിതമാണ്, AC ഉള്ള ജീവിതമൊക്കെ ആയിരുന്നു. ഇവിടെ അതേമാതിരി ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. AC കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്മൽ ബിസ്മിയുടെ മാനേജർ കമലേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന്റെ കച്ചവടം എങ്ങനെയാണ്, ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വിലയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയും. എങ്ങനെയാണ് കച്ചവടം? നന്നായി നടക്കുന്നില്ലേ? നന്നായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് പാലക്കാട് നമ്മുടെ അജ്മൽ ബിസ്മിയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ കച്ചവടമാണ് ഈ സീസണിൽ നടന്നേക്കുന്നത്. അപ്പം കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ ഡിമാൻഡാണ്, ഹൈലി ഡിമാൻഡാണ് മാർക്കറ്റിൽ. കഴിഞ്ഞ മാസമായിരുന്നോ കൂടുതൽ കച്ചവടം നടന്നത്? മാർച്ചിൽ കൂടുതൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇത്തവണ കുറച്ച് നമുക്ക് ബ്രാൻഡുകളിൽ സ്റ്റോക്കിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴാണ് വന്നു തുടങ്ങി. ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ല അല്ലേ? ഇപ്പോൾ കുറച്ച് ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചില ബ്രാൻഡുകൾ ആ ടൈമിൽ ചിലപ്പം കിട്ടാനുണ്ടാവില്ല. പക്ഷെ നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് അജ്മൽ ബിസ്മിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് മാർച്ചിൽ എത്ര കച്ചവടം നടന്നിട്ടുണ്ടാവും? എത്ര രൂപയുടെ നമുക്ക് AC-യുടെതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000-1500 നമ്പേഴ്സിന് മുകളിലേക്കൊക്കെ നമുക്ക് കച്ചവടം നടന്നിട്ടുണ്ട് ഈ ഷോറൂമിൽ മാത്രം പറയാം. നമുക്ക് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒരു ഫ്രാഞ്ചൈസിൽ ഒരു 22-23 ഷോറൂംസ് നമുക്കുണ്ട്. ഓവറോൾ നല്ലൊരു പാലക്കാടാണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്. പാലക്കാടും എറണാകുളം നല്ല കച്ചവടം നടക്കും. ഈ ആളുകൾ കൂടുതൽ ഇപ്പോൾ വരുന്നതൊക്കെ അധികം AC മേടിക്കാൻ തന്നെയാണ് കൂടുതൽ ആളുകൾ. എല്ലാവരും AC തന്നെയാണ്. സാധാരണക്കാര് മുതൽ, ആദ്യം ലക്ഷറി ആയിട്ടാണ്, ഇപ്പൊ സാധാരണക്കാര് മുതൽ എല്ലാവരും AC ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയായി. എന്തായാലും അദ്ദേഹം പറയുന്നത് സാധാരണക്കാർക്ക് പോലും AC നിർബന്ധമായിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒരു AC മേടിക്കുക എന്നുള്ളതിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു. അത് റെഡി പൈസ കൊടുത്ത് മേടിക്കാൻ കഴിയുന്നവർ അങ്ങനെ മേടിക്കുന്നുണ്ട്. EMI ആയി, മറ്റുള്ള EMI ആയി കൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EMI ആയിട്ടും ആളുകൾ ഇങ്ങനെ AC മേടിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ AC കച്ചവടം വലിയ തോതിൽ വർദ്ധിച്ചു എന്നുമാണ് അജ്മൽ ബിസ്മിയിലെ മാനേജർ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S വിനേഷ് കുമാർ, News 18 പാലക്കാട്.